Hi students, I am Priya. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സിനെ കുറിച്ചിട്ടാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ആദ്യമായിട്ട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഭാവിയിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ ആദ്യമായി വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ ആൻഡ് പ്രസ് ബെൽ ഐക്കൺ ടു ഗെറ്റ് അപ്ഡേറ്റഡ് നോട്ടിഫിക്കേഷൻ. താങ്ക് യു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സിനെ കുറിച്ചിട്ടാണ്. ഓൾറെഡി നമ്മളൊരു 18 പോയിന്റ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി ഞാനത് പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൽ പ്രോബ്ലം റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ഞാൻ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ പ്രൊവൈഡ് ചെയ്യാം. നോക്കിക്കോളൂ. വാട്ട് യു മീൻ ബൈ ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്? ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ് ആർ ദോസ് പെർക്വിസിറ്റ്സ് which shall not be included in the salary income of an employee. It includes the following. First one, medical benefit. Next, tea or snacks provided in the office. அடுத்தது, residential accommodation provided at site. Then, expenses on telephone including mobile phone. அடுத்தது, expenses met by employer for taking refresher course. Next, employer's contribution to staff insurance scheme. അടുത്തത്, scholarship to employees or their children paid by the employer. അടുത്തത്, facility of conveyance from residence to office and back. Next point, perquisites to government employees serving abroad. അടുത്തത്, free ration received by members of armed forces. Then അടുത്തത്, computer, laptops given to an employee for official or for personal use. അടുത്തത്, interest free loan for construction or purchase of house or any conveyance if the amount of loan in aggregate does not exceed rupees 20,000 in the previous year. അടുത്ത പോയിന്റ്, rent free house to judges of Supreme Court and High Court, ministers, leader of opposition, etc. Then അടുത്തത്, leave travel concession subject to certain rules. അടുത്ത പോയിന്റ്, ട്രാൻസ്ഫർ ഓഫ് മൂവബിൾ അസറ്റ് അതർ ദാൻ കമ്പ്യൂട്ടർ, കാർ ഓർ ഇലക്ട്രിക്കൽ ഐറ്റംസ് മോർ ദാൻ 10 years old വിത്തൗട്ട് കൺസിഡറേഷൻ. അടുത്ത പോയിന്റ്, പീരിയോഡിക്കൽസ് ആൻഡ് ജേർണൽസ് റിക്വയർഡ് ഫോർ ഡിസ്ചാർജ് ഓഫ് വർക്ക്. അടുത്ത പോയിന്റ്, റെന്റ് ഫ്രീ അക്കോമഡേഷൻ ഗിവൺ ഇൻ റിമോട്ട് ഏരിയാസ്. അടുത്ത പോയിന്റ്, ആനുവൽ പ്രീമിയം പെയ്ഡ് ബൈ employer on personal accident policy or mediclaim policy in respect of the employee. അപ്പോൾ 18 പോയിന്റ്സിന് ആണ് നമ്മൾ ആൾറെഡി ടാക്സ് ഫ്രീ പെർക്വിസിറ്റിൽ ഡിസ്കസ് ചെയ്ത്. അതിൽ 2 പോയിന്റ്സിന് മാത്രം നമുക്ക് പ്രോബ്ലം റിലേറ്റഡ് എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അതൊന്ന്, ഫസ്റ്റ് പോയിന്റ് മെഡിക്കൽ ഫെസിലിറ്റീസ്, മനസ്സിലായി? മെഡിക്കൽ ഫെസിലിറ്റീസ്. ദെൻ സെക്കൻഡ് പോയിന്റ് LTC, ലീവ് ട്രാവൽ കൺസെഷൻ. ഈ 2 പോയിന്റിനെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യണം. അതിൽ ഫസ്റ്റ് പോയിന്റ് മെഡിക്കൽ ഫെസിലിറ്റീസിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മെഡിക്കൽ ഫെസിലിറ്റീസ് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ മെഡിക്കൽ അലവൻസ് അല്ല, അല്ലെ? മെഡിക്കൽ അലവൻസ് എന്ന് പറയുന്നത് നമ്മൾ അലവൻസില് ഫുള്ളി ടാക്സബിൾ അലവൻസ് നമ്മൾ പറഞ്ഞിട്ട് ഫിക്സഡ് മെഡിക്കൽ അലവൻസ്, അല്ലെ? അതല്ല ഇവിടെ എക്സ്പെൻഡിച്ചർ ഓൺ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് എംപ്ലോയി ഓർ ഫാമിലി മെമ്പർ ഈസ് എക്സെപ്റ്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി എംപ്ലോയി. അതിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദ എംപ്ലോയി or reimbursement by the employer paid by the employee. അല്ലെ? മെഡിക്കൽ ട്രീറ്റ്മെന്റിനായിട്ട് എന്തെങ്കിലും എക്സ്പെൻസ് എംപ്ലോയി മെറ്റ് ചെയ്യുക അല്ലെങ്കിൽ റീഇംബേഴ്സ്മെന്റ് കിട്ടുകയോ ചെയ്താൽ അതിനെ കുറിച്ചുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യണത്. അതിൽ എന്താണ് റീഇംബേഴ്സ്മെന്റ്? റീഇംബേഴ്സ്മെന്റ് പറഞ്ഞാൽ ഫസ്റ്റ് ഔട്ട് ഓഫ് ഓൺ പോക്കറ്റ്, അല്ലെ? നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കുന്നു ആൻഡ് ദെൻ റിക്കവർ ഫ്രം ദി എംപ്ലോയർ, അല്ലെ? നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ ട്രീറ്റ്മെന്റ് എക്സ്പെൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കും, എന്നിട്ട് അതിന്റെ ബില്ല് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് റീഇംബേഴ്സ്മെന്റ് കിട്ടുന്നു, അല്ലെ? അതിനെ കുറിച്ചുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതില് മെഡിക്കൽ ഫെസിലിറ്റീസ് ഇൻ ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്യുമ്പോൾ കുറച്ച് റൂൾസ് ഉണ്ട്, ദെൻ ഔട്ട്സൈഡ് ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്യുമ്പോൾ കുറച്ച് റൂൾസ് ഉണ്ട്. അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുകൂടാതെ മെഡിക്കൽ ഫെസിലിറ്റി പ്രൊവൈഡഡ് ടു എൻ എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ അയാളുടെ ഫാമിലി മെമ്പേഴ്സിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക, അല്ലെ? അപ്പോൾ ഫാമിലി മെമ്പേഴ്സ് പറയുമ്പോൾ ആര് വരാം? ആരൊക്കെയാണ് ഫാമിലി മെമ്പേഴ്സ്? സ്പൗസ് ആൻഡ് ചിൽഡ്രൻ. ഫസ്റ്റ് പോയിന്റ്, സ്പൗസ് ആൻഡ് ചിൽഡ്രൻ. ചിൽഡ്രൻ മേ ബി ഡിപ്പെൻഡന്റ് ആവാം, നോൺ ഡിപ്പെൻഡന്റ് ആവാം, മാരീഡ് ആവാം, അൺമാരീഡ് ആവാം. ദെൻ പാരന്റ്സ്, ബ്രദേഴ്സ് ആവാം, സിസ്റ്റർ,
then who are wholly or mainly dependent by the employee. അല്ലെ, എംപ്ലോയിയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന അയാളുടെ ബ്രദർ ആവാം, സിസ്റ്റർ ആവാം, പാരന്റ്സ് ആവാം, അല്ലെ, അവരെയൊക്കെ നമ്മൾ ഫാമിലി മെമ്പേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ മെഡിക്കൽ ഫെസിലിറ്റീസ് പ്രൊവൈഡഡ് ബൈ ദ എംപ്ലോയർ ടു എൻ എംപ്ലോയി, അതിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഇന്ത്യയിൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അതിൽ എന്തൊക്കെയാണ് എക്സംഷൻസ്, എന്തൊക്കെയാണ് റൂൾസ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഔട്ട്സൈഡ് ഇന്ത്യയിലാണ് എന്താണ് റൂൾസ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അതുകൂടാതെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആർക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? അല്ലെ, എംപ്ലോയിക്കും പ്രൊവൈഡ് ചെയ്യാം, അയാളുടെ ഫാമിലി മെമ്പേഴ്സിനും പ്രൊവൈഡ് ചെയ്യാം. ഫാമിലി മെമ്പേഴ്സ് പറയുമ്പോൾ ആരൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം? അല്ലെ, സ്പൗസ്, ഭാര്യ, കുട്ടികൾ ആൻഡ് ചിൽഡ്രൻ. അല്ലെ, ചിൽഡ്രൻ ആണെങ്കിൽ ഡിപ്പെൻഡന്റ് ആവാം, നോൺ ഡിപ്പെൻഡന്റ് ആവാം, മാരീഡ് ആവാം, അൺമാരീഡ് ആവാം. പിന്നെ പാരന്റ്സ്, ബ്രദർ, സിസ്റ്റർ, അല്ലെ, അയാളെ ഡിപ്പെൻഡ് ചെയ്യുന്ന പാരന്റ്, ബ്രദർ, സിസ്റ്റേഴ്സ് ഒക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്നാണ് ഇവിടെ പറയുന്നത്. മെഡിക്കൽ ഫെസിലിറ്റീസ് ഇൻ ഇന്ത്യ. അല്ലെ, മെഡിക്കൽ ഫെസിലിറ്റീസ് ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ട്രീറ്റ്മെന്റ് ഈസ് ഡൺ ഇൻ എ ഹോസ്പിറ്റൽ മെയിൻറ്റെയിൻഡ് ബൈ. അല്ലെ, ട്രീറ്റ്മെന്റ് നടത്തുന്നത് താഴെ പറയുന്ന ആൾക്കാർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോസ്പിറ്റലിലാണെങ്കിൽ ടാക്സ് ഫ്രീ വിത്തൗട്ട് ലിമിറ്റ് ആണ്. മനസ്സിലായി? അത് ആരൊക്കെയാണ് നോക്കൂ. ട്രീറ്റ്മെന്റ് ഈസ് ഡൺ ഇൻ എ ഹോസ്പിറ്റൽ മെയിൻറ്റെയിൻഡ് ബൈ എംപ്ലോയർ ആയിരിക്കാം, ഗവൺമെന്റ് ആയിരിക്കാം, ലോക്കൽ അതോറിറ്റി ആയിരിക്കാം, ഗവൺമെന്റ് ഫോർ ഇറ്റ്സ് എംപ്ലോയി ആയിരിക്കാം, റെയിൽവേ ഹോസ്പിറ്റൽ പോലെ. ദെൻ അപ്രൂവ്ഡ് ബൈ ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്. അല്ലെ, 3 പേര് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ ടാക്സ് ഫ്രീ വിത്തൗട്ട് ലിമിറ്റ് ആണ്. ദെൻ ട്രീറ്റ്മെന്റ് ഈസ് ഡൺ ഇൻ എനി അതർ ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ക്ലിനിക് ഓർ പ്രൈവറ്റ് ക്ലിനിക്, ദെൻ ഫുള്ളി ടാക്സബിൾ ആണ്. അല്ലെ, ഇത് നേരത്തെ അപ് ടു ₹15,000 എക്സംപ്റ്റഡ് ആയിരുന്നു, പിന്നെ അത് ഒമിറ്റ് ചെയ്തു വിത്ത് എഫക്ട് ഫ്രം 2019-20 അത് ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഫുള്ളി ടാക്സബിൾ ആണ്. ദെൻ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം ആണെങ്കിൽ ടാക്സ് ഫ്രീ വിത്തൗട്ട് ലിമിറ്റ്. മനസ്സിലായി? ദെൻ മെഡിക്കൽ ഫെസിലിറ്റീസ് ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ് എക്സ്പെൻസ് ടാക്സ് ഫ്രീ അപ് ടു പെർമിറ്റഡ് ബൈ RBI. അല്ലെ, RBI പെർമിറ്റ് ചെയ്യുന്നവരെ ടാക്സ് ഫ്രീ ആണ്. ദെൻ അടുത്ത സ്റ്റേ എക്സ്പെൻസ് ആണെങ്കിൽ സ്റ്റേ എക്സ്പെൻസ് എല്ലാത്തിനും എന്തുണ്ടാവും? പേഷ്യന്റും ഉണ്ടാവും, പേഷ്യന്റിന്റെ കൂടെ ഒരു അറ്റൻഡന്റും ഉണ്ടാവും. മനസ്സിലായോ? അവർക്ക് 2 പേർക്കാണ് പ്രൊവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് സ്റ്റേ എക്സ്പെൻസസ് ടാക്സ് ഫ്രീ അപ് ടു പെർമിറ്റഡ് ബൈ RBI. ദെൻ ട്രാവലിംഗ് എക്സ്പെൻസ് ആണെങ്കിൽ എൻറ്റയർ ട്രാവലിംഗ് എക്സ്പെൻസ് ആർ ടാക്സ് ഫ്രീ ഇഫ് ദ ഗ്രോസ് ടോട്ടൽ ഇൻകം ഡസ് നോട്ട് എക്സീഡ് ₹2 lakh. മെഡിക്കൽ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ മെഡിക്കൽ ഫെസിലിറ്റീസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഇൻ ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് റൂൾസ്, ദെൻ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഔട്ട്സൈഡ് ഇന്ത്യയിലാണെങ്കിൽ എന്തൊക്കെയാണ് റൂൾ എന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യണം. അതിൽ ട്രീറ്റ്മെന്റ് ഇൻ ഇന്ത്യയിലാണെങ്കിൽ വാല്യൂ ഓഫ് ട്രീറ്റ്മെന്റ് ഓഫ് എംപ്ലോയി ആൻഡ് ഓർ members of his family in employer's hospital fully exempted ആണ്. അല്ലെ, എംപ്ലോയർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോസ്പിറ്റലാണ് എംപ്ലോയിക്ക് ട്രീറ്റ്മെന്റ് നടത്തുന്നത്, അല്ലെങ്കിൽ എംപ്ലോയിക്ക് അല്ലെങ്കിൽ എംപ്ലോയിയുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം അവർക്ക് ട്രീറ്റ്മെന്റ് നടത്തുന്നത് വെച്ചാൽ ഫുള്ളി എക്സെപ്റ്റഡ് ആണെന്നാണ് ഇവിടെ പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, എനി സം പെയ്ഡ് ബൈ ദ എംപ്ലോയർ ഇൻ റെസ്പെക്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദ എംപ്ലോയി ഓൺ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ഹിംസെൽഫ് and or members of his family. First point, in a hospital of government ആയിരിക്കാം or local authority or government approved hospital ആയിരിക്കാം. Then in respect of the prescribed diseases, ആ prescribed diseases rule 3A of the income tax act എന്തൊക്കെ ഡിസീസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. In a hospital approved by the chief commissioner of income tax provided that he fulfills certain കണ്ടീഷൻസ്. ഇങ്ങനെ 2 കേസാണെങ്കിലും ഫുള്ളി എക്സംപ്റ്റഡ് ആണെന്നാണ് പറയുന്നത്. മനസ്സിലായോ? എംപ്ലോയർ എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ കൊടുത്തു, അല്ലെ, ആർക്ക് വേണ്ടിയിട്ട്? എംപ്ലോയിയുടെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അയാളുടെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടി കൊടുത്തു. അത് ഒന്നുമില്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലോ ലോക്കൽ അതോറിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോസ്പിറ്റലോ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഹോസ്പിറ്റലോ ആവാം, അല്ലെങ്കിൽ സ്പെസിഫൈഡ് ഡിസീസിനാവാം. അല്ലെ, അങ്ങനെ അത് ചീഫ് കമ്മീഷണർ അപ്രൂവ് ചെയ്തിരിക്കുന്നതായിരിക്കാം. അല്ലെ, അങ്ങനെ ഈ 2 കേസാണെങ്കിൽ അത് ഫുള്ളി എക്സംപ്റ്റഡ് ആണെന്നാണ് ഇവിടെ നമ്മൾ പറയുന്നത്. Third point, payment or reimbursement of premium in respect of health insurance of the employee and or any member of his family fully exempted ആണെന്നാണ് ഇവിടെ പറയുന്നത്. അല്ലെ, പേയ്മെന്റ് ഇൻ റെസ്പെക്ട് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം ഓഫ് എംപ്ലോയി ആൻഡ് ഓഫ് ഹിസ് ഫാമിലി മെമ്പർ ഇസ് ഫുള്ളി എക്സംപ്റ്റഡ് ആണെന്നാണ് ഇവിടെ പറയുന്നത്. ദെൻ അടുത്ത പോയിന്റ്, റീഇംബേഴ്സ്മെന്റ് ഓഫ് എക്സ്പെൻസസ് incurred for the treatment of employee or any member of his family
ഇൻ എ പ്രൈവറ്റ് നഴ്സിംഗ് ഹോം ഓർ ക്ലിനിക് ആണെങ്കിൽ ഫുള്ളി ടാക്സബിൾ ആണെന്നാണ് പറയുന്നത്. നേരത്തെ ഇത് എക്സംപ്റ്റഡ് അപ് ടു ₹15,000 എക്സംപ്റ്റഡ് ആയിരുന്നു. പക്ഷേ അത് ഒമിറ്റ് ചെയ്തു. വിത്ത് എഫക്ട് ഫ്രം അസസ്മെന്റ് ഇയർ 2019-20 അത് ഒമിറ്റ് ചെയ്തു. ഇപ്പൊ അത് ഫുള്ളി ടാക്സബിൾ ആണെന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത ഹെഡ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഔട്ട്സൈഡ് ഇന്ത്യ എന്നുള്ള ഹെഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് പോയിന്റ് എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദ എംപ്ലോയർ ഓൺ ദി മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് എൻ എംപ്ലോയി ഓർ ഹിസ് ഫാമിലി മെമ്പേഴ്സ് ഇസ് fully exempt to the extent approved by the RBI. RBI അപ്രൂവ് ചെയ്യുന്ന എമൗണ്ട് വരെ എക്സംപ്റ്റഡ് ആണെന്നാണ് ഇവിടെ പറയുന്നത്. മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് എംപ്ലോയിക്കോ എംപ്ലോയിയുടെ ഫാമിലി മെമ്പേഴ്സിനോ ഇൻകർ ചെയ്യുന്ന എക്സ്പെൻസ് RBI പെർമിറ്റ് ചെയ്യുന്ന എമൗണ്ട് വരെ എക്സംപ്റ്റഡ് ആണെന്നാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അടുത്ത പോയിന്റ് എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദ എംപ്ലോയർ ഓൺ ട്രാവൽ ആൻഡ് സ്റ്റേ അബ്രോഡ് ഓഫ് ദി patient and one attendant is also exempt subject to the fulfillment of the following conditions. അല്ലെ ഇവിടെ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എക്സ്പെൻസ് ഇൻകർ ചെയ്യേ എംപ്ലോയർ ഇൻകർ ചെയ്യേ എന്തിനു വേണ്ടിയിട്ട് പേഷ്യന്റിനും എംപ്ലോയി അല്ലെ പേഷ്യന്റ് പറയണ എംപ്ലോയി ആവാം അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ഓഫ് ദി എംപ്ലോയി ആവാം. അവരുടെ ട്രാവലിന് വേണ്ടിയിട്ടും അവരുടെ സ്റ്റേ അബ്രോഡിന് വേണ്ടിയിട്ടും ഉണ്ടാകുന്ന എക്സ്പെൻഡിച്ചർ എക്സംപ്റ്റഡ് ആണ് സബ്ജക്ട് ടു ദ ഫുൾഫിൽമെന്റ് ഓഫ് ദി ഫോളോയിങ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു കഴിഞ്ഞാൽ ആ എംപ്ലോയിക്കോ അല്ലെങ്കിൽ എംപ്ലോയിയുടെ ഫാമിലി മെമ്പേഴ്സിനോ ഉണ്ടാവുന്ന മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയുള്ള എക്സ്പെൻസ്, ട്രാവലിംഗിന് വേണ്ടിയുള്ള എക്സ്പെൻസ്, സ്റ്റേ അബ്രോഡ് താമസിക്കാൻ അല്ലെ പുറത്ത് താമസിക്കാൻ വേണ്ടിയുള്ള എക്സ്പെൻസ് ഫുള്ളി എക്സംപ്റ്റഡ് ആണ് താഴെ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത. അതെന്താണെന്ന് നോക്കൂ. ദ എക്സ്പെൻഡിച്ചർ ഓൺ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് സ്റ്റേ അബ്രോഡ് ഈസ് എക്സംപ്റ്റ് to the extent permitted by the RBI. അല്ലെ മെഡിക്കൽ ട്രീറ്റ്മെന്റിന് ഉണ്ടാകുന്ന എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ സ്റ്റേ അബ്രോഡിന് ആയിട്ട് ഉണ്ടാകുന്ന എക്സ്പെൻഡിച്ചർ RBI പെർമിറ്റ് ചെയ്യുന്ന എമൗണ്ട് വരെ എക്സംപ്റ്റഡ് ആണെന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത പോയിന്റ് എക്സ്പെൻസസ് ഇൻകേർഡ് ഓൺ ദ ട്രാവൽ ഓഫ് ദി പേഷ്യന്റ് ആൻഡ് വൺ അറ്റൻഡന്റ് ഈസ് ഫുള്ളി എക്സംപ്റ്റ് പ്രൊവൈഡഡ് ദ ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് ദി എംപ്ലോയി ഡസ് നോട്ട് എക്സീഡ് ₹2 lakh. അല്ലെ ട്രാവലിംഗ് എക്സ്പെൻസ് ഇൻകർ ചെയ്യണത് അല്ലെ എംപ്ലോയിക്കും ആവാം അല്ലെങ്കിൽ ആരാണോ പേഷ്യന്റ് എംപ്ലോയി ആവാം അയാളുടെ ഫാമിലി മെമ്പർ ആവാം അല്ലെ അവര് കൂടെ അക്കമ്പനി ചെയ്യുന്ന ഒരാൾക്കും കൂടി ട്രാവലിംഗ് എക്സ്പെൻസ് പ്രൊവൈഡ് ചെയ്യും. അത് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. എങ്ങനെയാണെങ്കിൽ ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് ദി എംപ്ലോയി ഡസ് നോട്ട് എക്സീഡ് ₹2 lakh. അല്ലെ ഗ്രോസ് ടോട്ടൽ ഇൻകം 2 ലക്ഷത്തിൽ കൂടാതിരുന്നു കഴിഞ്ഞാൽ ഈ ട്രാവലിംഗ് എക്സ്പെൻസ് ഫുള്ളി എക്സംപ്റ്റഡ് ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അല്ലെ നമ്മൾ പറഞ്ഞു രണ്ട് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ ഈ എക്സംഷൻസ് അവൈലബിൾ ആവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ട്രാവലിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആയിക്കോട്ടെ, ട്രാവലിംഗ് എക്സ്പെൻഡിച്ചർ ആയിക്കോട്ടെ, സ്റ്റേ അബ്രോഡ് ആയിക്കോട്ടെ, ഈ എക്സ്പെൻഡിച്ചർ എക്സംപ്റ്റഡ് ആണ് താഴെ പറയുന്ന കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത്. തേർഡ് പോയിന്റ് റീഇംബേഴ്സ്മെന്റ് ഓഫ് എക്സ്പെൻസസ് ആക്ച്വലി ഇൻകേർഡ് ബൈ ദ എംപ്ലോയി for purposes stated in 1 and 2 above is exempt subject to the same conditions as stated above. അല്ലെ നമ്മുടെ മുകളിൽ ആക്ച്വൽ എക്സ്പെൻസ് ഇൻകേർഡ് ബൈ ദ എംപ്ലോയർ പറഞ്ഞു അല്ലെ മെഡിക്കൽ ട്രീറ്റ്മെന്റിനും ട്രാവലിംഗ് എക്സ്പെൻസും സ്റ്റേ അബ്രോഡും. അതേപോലെ റീഇംബേഴ്സ്മെന്റ് ബൈ എംപ്ലോയർ പറയുന്നത് ആ സെയിം കണ്ടീഷൻസ് നമ്മളിവിടെ സാറ്റിസ്ഫൈ ചെയ്യണം. എന്താ സെയിം കണ്ടീഷൻസ്? നമ്മൾ RBI പെർമിറ്റ് ചെയ്ത എമൗണ്ട് മാത്രമേ നമുക്ക് എക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതുകൂടാണ്ട് എംപ്ലോയറുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം 2 ലക്ഷത്തിൽ കൂടാൻ പറ്റില്ല. ഈ രണ്ട് കണ്ടീഷൻസും നമ്മൾ എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. മനസ്സിലായോ? നമുക്ക് ആക്ച്വലി 3 എക്സ്പെൻസ് ആണ് നമ്മൾ ഇൻകർ ചെയ്യുന്നത്. മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ്, ട്രാവലിംഗ് എക്സ്പെൻസ്, സ്റ്റേ അബ്രോഡ് എന്നുള്ള എക്സ്പെൻസ് അല്ലെ. ആ ആക്ച്വൽ എക്സ്പെൻസ് ഇൻകർ ചെയ്യുന്ന സെയിം കണ്ടീഷൻ തന്നെ റീഇംബേഴ്സ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യുമെന്നാണ് ഇവിടെ പറയണത്. അടുത്ത ടോപ്പിക് ലീവ് ട്രാവൽ കൺസെഷൻ, LTC എന്ന് പറയും. സെക്ഷൻ 10 സബ്സെക്ഷൻ 5ലാണ് LTCയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് allowed to employee or any member of his family for traveling to any place in India. This exemption is available to Indians as well as foreigners. Exemption is not available in the case of travel abroad. അപ്പോൾ ഇന്ത്യയുടെ ഉള്ളിൽ ട്രാവൽ ചെയ്യാൻ മാത്രമേ ഈ ഫെസിലിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. The amount exempted shall not exceed the actual amount incurred for travel. അല്ലെ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ എത്രയാണോ അതാണ് നമ്മൾ എക്സംഷൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്.
Then if nothing is spent by the employee, then the entire LTC received by the employee is taxable. You travel allowance ayalku എവിടെയും പോയില്ല അല്ലേ? അപ്പൊ ഒരു എമൗണ്ടും LTC ആയിട്ട് സ്പെൻഡ് ചെയ്തില്ലേ വെച്ച് കഴിഞ്ഞാൽ ഫുൾ എമൗണ്ട് ഓഫ് LTC റിസീവ്ഡ് ഈസ് ടാക്സബിൾ എന്നാണ് ഇവിടെ പറയുന്നത്. The employee is entitled to exemption in respect of LTC in connection with this proceeding. First point, on leave to any place in India. To any place in India after retirement from service or after termination of service. For LTC purpose, family means the spouse and children of the individual. Then parents, brothers, sisters of the individual wholly or mainly depends on the individual. Like spouse, childrens including parents, sisters, അല്ലെങ്കിൽ ബ്രദേഴ്സ് ഇയാളെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരും കൂടി ഫാമിലിയിൽ ഇൻക്ലൂഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. The exemption of LTC shall not be available to more than 2 surviving children of an individual born after 1st October 1998. അല്ലെ 1998 മുമ്പ് നമ്മളെ എക്സംഷൻ എല്ലാ കുട്ടികൾക്കും എക്സംഷൻ അവൈലബിൾ ആയിരുന്നു. പക്ഷേ 1st October 1998 ശേഷം ജനിച്ച കുട്ടികളിലെ 2 കുട്ടികൾക്ക് മാത്രമേ നമ്മൾ LTC എക്സംഷൻസ് പ്രൊവൈഡ് ചെയ്യുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. Exemption of LTC shall not be available to more than 2 surviving children of an individual born after 1st October 1998. However, this exemption shall not apply in respect of children born before 1st October 1998 and also in case of multiple births after one child. This exemption shall not apply in respect of children born before 1st October 1998 and also in case of multiple births after one child. ഇപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാല് ബിഫോർ 1st October 1998 മുമ്പാണ് നമുക്ക് കുട്ടികൾ ജനിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കുട്ടി എന്നുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. എത്ര കുട്ടിയാണെങ്കിലും എല്ലാ കുട്ടികൾക്കും നമുക്ക് LTC എക്സംഷൻ അവൈലബിൾ ആണ്. പക്ഷെ ആഫ്റ്റർ 1st October 1998 ശേഷം ജനിച്ച കുട്ടികളാണെങ്കിൽ 2 കുട്ടിക്ക് മാത്രമേ എക്സംഷൻസ് അവൈലബിൾ ആവുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൂടാതെ നമുക്ക് ഇവിടെ പറഞ്ഞു ആൾസോ ഇൻ കേസ് ഓഫ് മൾട്ടിപ്പിൾ ബർത്ത് ആഫ്റ്റർ വൺ ചൈൽഡ് അല്ലെ. നമുക്ക് ആദ്യം ഒരു കുട്ടി ജനിച്ചു, അതിനുശേഷം ഇരട്ട കുട്ടികളാണ് ഉണ്ടായത് അല്ലെ എന്ന് വെച്ച് കഴിഞ്ഞാലും ആ ഇരട്ട കുട്ടികളെ നമ്മൾ ഒരു കുട്ടിയായിട്ടാണ് ഇവിടെ എന്ത് ചെയ്യണത് കണക്കാക്കിയിട്ട് കൺസിഡർ ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ചിൽഡ്രൻ ബോൺ ഔട്ട് ഓഫ് മൾട്ടിപ്പിൾ ബർത്ത് ആഫ്റ്റർ ദി ഫസ്റ്റ് ചൈൽഡ് വിൽ ബി ട്രീറ്റഡ് ആസ് 1 ചൈൽഡ് ഓൺലി എന്നാണ് നമ്മളിവിടെ പറയുന്നത്. മനസ്സിലായോ? Maximum 2 journeys allowed in a block of 4 calendar year commencing from the calendar year 1986 എന്നാ പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ പറയുന്നത് ഒരു ബ്ലോക്ക് പറഞ്ഞാൽ 4 കലണ്ടർ ഇയർ ചേർന്നാണ് ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത്. അതിൽ 2 ജേർണി മാക്സിമം അലോ ചെയ്യുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എന്താണ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഈ ബ്ലോക്ക് കമൻസിങ് ഫ്രം ദി കലണ്ടർ ഇയർ 1986 എന്നാ പറയുന്നത്. അപ്പോൾ 1986 to 1989 ആണ് ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത്. ആ ബ്ലോക്കിൽ എത്ര കലണ്ടർ ഇയർ ഉണ്ട് നോക്കൂ. 1986, 1987, 1988, 1989 അല്ലെ. ഈ 4 കലണ്ടർ ഇയറിൽ മാക്സിമം എത്ര ജേർണി അലോ ചെയ്യുള്ളൂ? 2 ജേർണി. ഒന്നുമില്ല ഈ വർഷം ഒരു ജേർണി ചെയ്തു, അടുത്ത വർഷം ചെയ്തു, പിന്നെ അലോ ചെയ്യില്ല. മനസ്സിലായ? അല്ല 86 ഒരു ജേർണി ചെയ്തു, 87 ചെയ്തില്ല, 88 ചെയ്തു, ഓക്കെ. പക്ഷെ മാക്സിമം എത്ര ജേർണി അലോ ചെയ്യുള്ളൂ? 2 ജേർണി അലോ ചെയ്യുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ ആയോ? In case employee could not avail of the benefit of this exemption in any block of 4 years by not undertaking one or both the journey, the benefit of this exemption can be claimed in the first calendar year of the next block എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ഈ എംപ്ലോയി ആ ബെനിഫിറ്റ് എടുത്തില്ല അല്ലെ. നമ്മളിവിടെ പറഞ്ഞു കമൻസിംഗ് ഓൺ 1986 എന്ന് പറഞ്ഞു അല്ലെ. ആ ബ്ലോക്കിൽ 1986, 87, 88, 89 അങ്ങനെ 4 കലണ്ടർ ഇയർ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. കലണ്ടർ ഇയർ പറയുന്നത് ജാനുവരി തൊട്ടിട്ട് 31 ഡിസംബർ വരെയാണ് അല്ലെ. അപ്പൊ ഈ പർട്ടിക്കുലർ 4 കലണ്ടർ ഇയറിൽ ഒരു വർഷേ ജേർണി യാത്ര പോകുള്ളൂ അല്ലെ. പിന്നെയുള്ള വർഷങ്ങളിൽ പോയില്ല. പക്ഷെ അപ്പോ ഒരു ജേർണിയും കൂടി ആൾക്ക് മാക്സിമം 2 ജേർണിയുള്ളൂ അല്ലെ.
അയാൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അയാള് അത് വേണമെങ്കിൽ നെക്സ്റ്റ് കലണ്ടർ ഇയർ പറയണ നെക്സ്റ്റ് ബ്ലോക്ക് പറയണ ഏത് തൊട്ട് ഏത് വരെയാണ് 90 തൊട്ടിട്ട് 93 വരെയാണ് നെക്സ്റ്റ് ബ്ലോക്ക് എന്ന് നമ്മൾ പറയണത് അല്ലെ. ഈ നെക്സ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് കലണ്ടർ ഇയറിൽ മാത്രമേ ആ ക്ലെയിം അയാൾക്ക് അവൈൽ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അടുത്ത കലണ്ടർ ഇയേഴ്സിൽ അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല, ബെനിഫിറ്റ് അവൈൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഇവിടെ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്യാരി ഓവർ ക്ലോസ് അപ്ലൈ ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അല്ലെ. അപ്പൊ അയാള് ആ പർട്ടിക്കുലർ ബ്ലോക്കില് അല്ലെങ്കിൽ പർട്ടിക്കുലർ ബ്ലോക്കിലെ കലണ്ടർ ഇയറുകളിൽ ഒരു ജേർണി ചെയ്തില്ല, അല്ലെങ്കിൽ ഒരു ജേർണി മാത്രമേ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് അയാൾക്ക് ആ എക്സംഷൻ അവൈൽ ചെയ്യണത് നെക്സ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് കലണ്ടർ ഇയറിൽ മാത്രമേ ആ ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അത് പിന്നെ ക്യാരി ഓവർ ചെയ്യാൻ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നോക്കൂ, ബ്ലോക്ക് ഓഫ് 4 years അല്ലെ. ബ്ലോക്ക് ഓഫ് 4 years പറഞ്ഞു കഴിഞ്ഞാൽ എ ബ്ലോക്ക് വിൽ കൺസിസ്റ്റ് ഓഫ് 4 calendar year അല്ലെ. ഒരു ബ്ലോക്കിൽ 4 calendar year ഉണ്ടാവും എന്നാണ് അവിടെ പറയുന്നത്. ഫിനാൻഷ്യൽ ഇയർ അല്ല, കലണ്ടർ ഇയർ ആണ്. കലണ്ടർ ഇയർ പറയുമ്പോൾ 1st January to 31st December വരെയാണ്. അപ്പോൾ നോക്കൂ, ഇവിടെ ഇതൊരു ബ്ലോക്ക്, ഇതൊരു ബ്ലോക്ക്, ഇതൊരു ബ്ലോക്ക്, ഇതൊരു ബ്ലോക്ക്, അങ്ങനെ 4 ബ്ലോക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ബ്ലോക്കിൽ 2004 തൊട്ടിട്ട് 2007 വരെയുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് 1/1/2004 തൊട്ടിട്ട് 31/12/2007 വരെയുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ 4 കലണ്ടർ ഇയർ ആണ് ഈ ഒരു ബ്ലോക്കിൽ ഉള്ളത് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഈ ഒരു ബ്ലോക്ക് പറയുന്നത് 2004, 2005, 2006, 2007 ആണ് അല്ലെ. ഈ ഒരു ബ്ലോക്കില് മാക്സിമം എത്ര ജേർണി ആലോചിച്ചുള്ളൂ? ഒന്നുകൂടി ഈ വർഷവും പോയി, ഈ വർഷവും പോയി. അപ്പൊ ഈ 2 മാക്സിമം കിട്ടുള്ളൂ. ഈ വർഷം പോയി, ഇവിടെ പോയില്ല, ഇവിടെ പോയി, അങ്ങനെ മാക്സിമം നമുക്ക് 2 ജേർണി ആ ഒരു ബ്ലോക്കില് 4 കലണ്ടർ ഇയറിൽ മാക്സിമം 2 ജേർണി നമുക്ക് ആലോചിച്ചുള്ളൂ എന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ ഈ ബ്ലോക്കിൽ അയാൾ ഒരു ജേർണി അവൈൽ ചെയ്തു, അടുത്ത അയാൾ ജേർണി പോയില്ല. ആ അടുത്ത ജേർണി അയാൾക്ക് ക്യാരി ഓവർ ക്ലോസ് നമ്മൾ അപ്ലൈ ചെയ്തില്ലേ, അത് ഈ 2008 അല്ലെ നെക്സ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് കലണ്ടർ ഇയറിൽ മാത്രമേ അയാൾക്ക് ഈ ക്ലെയിം എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അതാണ്. അപ്പൊ ഇയാള് ആകെ ഒരു ജേർണിയെ പോയുള്ളൂ, മാക്സിമം 2 ജേർണി ഇയാൾക്ക് ചെയ്യാം. ആ 2 ജേർണിയുടെ ബെനിഫിറ്റ് ഇയാൾ അവൈൽ ചെയ്യണമെങ്കിൽ അടുത്ത ബ്ലോക്കിലെ ഫസ്റ്റ് കലണ്ടറിൽ തന്നെ എടുത്തോളണം, യാത്ര പോയിക്കോളണം. എന്നാൽ മാത്രമേ അത് ക്യാരി ഓവർ ക്ലോസ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. പിന്നെ ആ കലണ്ടർ ഇയറിൽ അയാൾക്ക് കിട്ടുന്നത് ബെനിഫിറ്റ് അയാൾ ആൾസോ എൻജോയ് ചെയ്യും. മനസ്സിലായോ? ഇത് ക്യാരി ഓവർ ചെയ്യണത് നെക്സ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് കലണ്ടർ ഇയറിൽ മാത്രമേ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ എമൗണ്ട് ഓഫ് എക്സംഷൻ ഫോർ LTC ആണ്. അതിൽ വെർ ജേർണി ഈസ് പെർഫോംഡ് ബൈ എയറിലാണെങ്കിൽ എക്കോണമി ഫെയർ ഓഫ് ദി നാഷണൽ കാരിയർ ബൈ ദ ഷോർട്ടസ്റ്റ് റൂട്ട് ടു ദ പ്ലേസ് ഓഫ് ഡെസ്റ്റിനേഷൻ ആണ് അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അടുത്തത് ട്രെയിനിലാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് AC ഫെയർ ബൈ ദ ഷോർട്ടസ്റ്റ് റൂട്ട് ടു ദി പ്ലേസ് ഓഫ് ഡെസ്റ്റിനേഷൻ. അതേഴ്സ് അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന പ്ലേസ് ആണെങ്കിൽ ഡീലക്സ് ക്ലാസ് ഫെയർ ആണ് നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നത്. വേർ നോ പബ്ലിക് ട്രാൻസ്പോർട്ട് എക്സിസ്റ്റ്, അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് എക്സിസ്റ്റ് ചെയ്യാത്ത സ്ഥലമാണെങ്കിൽ അവിടെ നമ്മൾ എമൗണ്ട് ഈക്വൽ ടു ഫസ്റ്റ് ക്ലാസ് AC റെയിൽ ഫെയർ ആണ് കൺസിഡർ ചെയ്യണത് എന്നാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ടാക്സ് ഫ്രീ പർച്ചേസസ് എന്നുള്ള ഹെഡിലെ എല്ലാ എക്സ്പ്ലനേഷനും നമ്മുടെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ 2-3 വീഡിയോസിലായിട്ട് 3 types ഓഫ് പെർക്വിസിറ്റ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സിൽ നമ്മൾ ഒരു 18 പോയിന്റും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ 2 പോയിന്റിന്റെയാണ് പറഞ്ഞിരിക്കുന്നത്, മെഡിക്കൽ ഫെസിലിറ്റിയുടെയും LTCയുടെയും. മനസ്സിലായോ? ഇനി നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോകണം. പ്രോബ്ലത്തിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് പ്രൊവിഡന്റ് ഫണ്ട് ഒന്ന് തിയറി എടുത്ത ശേഷം നമുക്ക് അതും കൂടി എല്ലാ പ്രോബ്ലത്തിലും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പെർക്വിസിറ്റ്സും പ്രൊവിഡന്റ് ഫണ്ടും കൂടി ചെയ്തിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.